നമസ്കാരം. 15.5 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു. അത് ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. നോട്ട് അസാധുവാക്കൽ മൂലമുണ്ടായ പ്രതിസന്ധികൾ നീങ്ങാൻ പ്രധാനമന്ത്രി പറഞ്ഞ 50 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു? നോട്ട് അസാധുവാക്കൽ മൂലമുണ്ടായ നേട്ടങ്ങളെന്ത്, കോട്ടങ്ങളെന്ത്? നോട്ടില്ല കാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നവംബർ 8-ന് നടന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന മന്ത്രിമാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശമെത്തുന്നു. മുതിർന്ന മന്ത്രിമാർക്ക് പോലും എന്തോ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകുമെന്ന സൂചന മാത്രമേ ഉള്ളൂ. സേനാ മേധാവിമാരുടെ യോഗം കഴിഞ്ഞ് മന്ത്രിസഭാ യോഗത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സുപ്രധാന തീരുമാനം തന്റെ സഹപ്രവർത്തകരെ അറിയിച്ചു. അതിനുശേഷം ടെലിവിഷൻ വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഞെട്ടിക്കുന്ന ആ തീരുമാനം പ്രഖ്യാപിച്ചു. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രിയോടെ പിൻവലിക്കുന്നു. आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. ഒറ്റ രാത്രി കൊണ്ട് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള 2 കറൻസികൾ പിൻവലിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന നിലയ്ക്ക് കുറച്ചുകൂടി നേരത്തെ എടുക്കേണ്ട തീരുമാനം എന്ന പിൻബലം കൂടി മോദിയുടെ പ്രഖ്യാപനത്തിനുണ്ടായിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സമാന്തരമായി മറ്റൊരു സമ്പദ് വ്യവസ്ഥ ഉദയം ചെയ്തിരിക്കുന്നുവെന്നതും അത് കള്ളപ്പണത്തിന്റെയും അഴിമതിയുടെയും ബാക്കി പത്രമാണെന്നതും എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും. 3 ലക്ഷം കോടി രൂപ മുതൽ 6 ലക്ഷം കോടി രൂപ വരെ വരുന്ന കള്ളപ്പണ സമ്പദ് വ്യവസ്ഥയുടെ വേരറുക്കേണ്ടത് അത്യാവശ്യമാണെന്നതിൽ സംശയമൊന്നുമില്ല. പാകിസ്ഥാനിൽ അച്ചടിച്ച് ശ്രീലങ്കയും നേപ്പാളും വഴി ഇന്ത്യയിലെത്തുന്ന കള്ളനോട്ടുകൾ ഇല്ലാതാകേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ ശാക്തീകരണത്തിനും അത്യാവശ്യമാണ്. ഇതിനകത്ത് സത്യത്തിൽ അവരുടെ ഒരു കണക്ക് പ്രകാരം ഒരു 3 ലക്ഷം കോടി രൂപ തിരിച്ചു വരില്ല എന്നുള്ളതാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 3 ലക്ഷം കോടി രൂപയുടെ അധികമായിട്ടുള്ള ചെലവ് നടത്താൻ സർക്കാരിന് കഴിയും. അത് വലിയ പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ ഒരു ഗ്രോത്ത് മൊമെൻ്റ് ഉണ്ടാക്കും. അങ്ങനെ വളർച്ച വളരെയധികം മെച്ചപ്പെടുമെന്നുള്ള കണക്കായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കള്ളപ്പണത്തിന്റെയും കള്ളനോട്ടിന്റെയും വേരറുക്കുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിലെത്തിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവംബർ 8-ന് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ഒരേ സമയം പ്രതീക്ഷയും ആശങ്കകളും ജനിപ്പിക്കുന്നതായിരുന്നു. നോട്ട് അസാധുവാക്കൽ തീരുമാനം പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തെ ആദ്യഘട്ടത്തിൽ എതിർക്കാൻ ആരും രംഗത്തെത്തിയില്ല. അത്തരം വാദങ്ങൾ കള്ളപ്പണക്കാർക്ക് അനുകൂലമാണെന്ന പ്രതിച്ഛായ ഉണ്ടാക്കുമെന്ന സംശയത്തിന്റെ പുറത്തായിരുന്നു അഭിപ്രായം പറയാതെ പലരും മാറി നിന്നത്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ ബാങ്കുകൾക്ക് മുന്നിലെ നീണ്ട വരികൾ പ്രതിഷേധ പരമ്പരകൾക്ക് തുടക്കമിടുന്നതായിരുന്നു. സമ്പദ് വ്യവസ്ഥയിൽ ആകെയുള്ള നോട്ടുകളുടെ 86% ഒറ്റയടിക്ക് പിൻവലിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. അക്കൗണ്ടിലുള്ള പണം പൂർണ്ണമായി എടുക്കാൻ സാധിക്കില്ലെന്നതും ATM-ലും നിയന്ത്രണമുണ്ടാകുമെന്നതും അറിഞ്ഞപ്പോൾ ആളുകളുടെ ആധി കൂടി. അതീവ രഹസ്യമായി എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് പക്ഷേ ഗൃഹപാഠം നടത്തിയിരുന്നില്ല എന്ന് വ്യക്തമാകുന്നതായിരുന്നു പിന്നീടുള്ള സംഭവ വികാസങ്ങൾ. ചില്ലറയില്ലാത്തതിനാൽ 2000-ന്റെ നോട്ടുകൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടി. 500-ന്റെ നോട്ടുകളാകട്ടെ കണി കാണാൻ പോലും കിട്ടാത്ത അവസ്ഥ വന്നു. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതെടുത്തു കളയേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അതിന് ആനുപാതികമായി പര്യാപ്തമായ അളവിലുള്ള 500 അടക്കമുള്ള നോട്ടുകൾ അടിയന്തരമായി ബാങ്കുകളിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ ദുരിതം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ബാങ്ക് ജീവനക്കാരും ബാങ്കുകളും ഒക്കെ തന്നെ നിലനിൽക്കുന്നത്. കറൻസി പിൻവലിച്ച് 8 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് 40 പേർ മരണപ്പെട്ടു എന്നുള്ളത് മാത്രം മതി
ജനങ്ങളുടെ ദുരിതത്തിന്റെ വ്യാപ്തി അറിയുന്നതിന്. മകളുടെ വിവാഹാവശ്യത്തിന് പണം പിൻവലിക്കാനാകാതെ ആത്മഹത്യ ചെയ്ത മാതാപിതാക്കളും ചികിത്സ കിട്ടാതെ മരണപ്പെട്ട നവജാത ശിശുക്കളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പിൻവലിച്ച കറൻസിയുമായി എത്തുന്ന രോഗികളെ പ്രവേശിപ്പിക്കാൻ സ്വകാര്യ ആശുപത്രികൾ വിസമ്മതിച്ചു. അധ്വാനിച്ച പണം ബാങ്കുകളിൽ ക്യൂ നിന്ന് ഇരക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കള്ളപ്പണക്കാരുടെ നേർക്ക് തൊടുത്ത ബ്രഹ്മാസ്ത്രം വന്നു പതിച്ചത് സാധാരണക്കാരുടെ ജീവിതത്തിന് മേലായിരുന്നു. പെൻഷൻ തുകയ്ക്കായി വെയിലേറ്റ് ക്യൂ നിൽക്കുന്നവരുടെ വേദനയും രാജ്യം കാണേണ്ടി വന്നു. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ശമ്പള വിതരണം താറുമാറായി. ബാങ്കുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ ബാങ്കിംഗ് നിയമങ്ങൾ അടിക്കടി മാറി. ബാങ്കിംഗ് സംവിധാനം തന്നെ സ്തംഭിച്ചു. 15.5 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ പകരം വിതരണം ചെയ്യുന്നതിനുള്ള നോട്ടുകൾ റിസർവ് ബാങ്കിന്റെ കൈവശമുണ്ടായിരുന്നില്ല. ഉള്ള നോട്ടുകൾ യഥാസമയത്ത് ബാങ്കുകളിൽ എത്തിച്ചതുമില്ല. ഇതോടെ ബാങ്കുകൾക്ക് മുന്നിലെ വരികളുടെ നീളം വർദ്ധിച്ചു. കഴിഞ്ഞ 50 ദിവസത്തിനിടെ ബാങ്കിംഗ് മേഖലയിൽ 60 തവണയാണ് നിയമങ്ങൾ മാറ്റിമറിച്ചത്. ബാങ്കുകളുടെ പണി കറൻസി മാറ്റിക്കൊടുക്കൽ മാത്രമായി. സഹകരണ ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ അയിത്തം കൽപ്പിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. ബിസിനസ്സുകൾ മുടങ്ങിയതോടെ ബാങ്കുകളുടെ സാമ്പത്തിക നഷ്ടം 1 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന്റെ സ്ഥിതി പരമദയനീയമായിരുന്നു. സംസ്ഥാനത്തെ ബാങ്കുകളിൽ ഇപ്പോഴും 50% കറൻസിയുടെ കുറവുണ്ട്. പുതിയതായി പ്രിന്റ് ചെയ്ത 500-ന്റെ നോട്ടുകളും ആവശ്യത്തിന് ലഭ്യമല്ല. ഗ്രാമീണ മേഖലകളിലെ ATMകൾ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. ഉള്ള ATMകളിലാകട്ടെ 2000-ന്റെ നോട്ടുകളും. ആഴ്ചയിൽ 24,000 രൂപ ആവശ്യപ്പെടുമ്പോൾ ഇപ്പോഴും മിക്ക ബാങ്കുകളും കൈമലർത്തുകയാണ്. നോട്ടില്ലെന്നാണ് ബാങ്കുകളുടെ മറുപടി. ഈ മാസവും ശമ്പളം നൽകൽ പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി പറയുന്നു. ജനുവരി മാസത്തെ ശമ്പള പ്രതിസന്ധി ഡിസംബർ മാസത്തേക്കാൾ രൂക്ഷമായിരിക്കും. ഇതാണ് ബാങ്കുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ശമ്പളത്തിന് മുടക്കമുണ്ടാവില്ല. കൃത്യം ജനുവരി 3 മുതലുള്ള ദിവസങ്ങളിൽ എന്നാണോ ശമ്പളം ലഭിക്കേണ്ടത് അവർക്കന്ന് ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കും. അതിനുള്ള പണം സർക്കാരിൻ്റെ കയ്യിലുണ്ട്, ഒരു തടസ്സമില്ല. പക്ഷേ ഈ അക്കൗണ്ടുകളിൽ നിന്ന് ജീവനക്കാരനോ പെൻഷൻകാരനോ പണം പിൻവലിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ 24,000 രൂപയുടെ പരിധിയുണ്ട് ഒരു തവണ. പുതിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പേർക്ക് 24,000 രൂപ വെച്ച് കൊടുക്കാനുള്ള പണം ഉണ്ടാവില്ല എന്ന് ബാങ്കുകളും അതുപോലെ റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധിയും കേരള സർക്കാരിനോട് തുറന്നു പറഞ്ഞു.